സൗദി അറേബ്യയിലെ റിയാദിൽ താമസയിടങ്ങളുമായി ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ ഏരിയകളുമായി ബന്ധപ്പെട്ട് പാർക്കിങ്ങിൽ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരികയാണ് ഇന്നു മുതൽ, ശനിയാഴ്ച മുതൽ. അതായത് ഈ റെസിഡൻഷ്യൽ ഏരിയകളിലെ താമസക്കാർക്കും അവിടെ വരുന്ന സന്ദർശകർക്കും ഒക്കെ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ആപ്പ് വഴി ഫീസ് ഇല്ലാതെ ഒരു പെർമിറ്റ് എടുക്കണം. ഈ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റെസിഡൻഷ്യൽ ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സാധാരണ ഈ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ അനധികൃതമായ പാർക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് പ്രധാന നിരത്തുകളിലെ തിരക്കൊക്കെ ഒഴിവാക്കാൻ വാഹനം നേരെ കൊണ്ടുവന്ന് റെസിഡൻഷ്യൽ ഏരിയകളിൽ പാർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ താമസക്കാർക്ക് പോലും പാർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കിട്ടാതെ വരുന്നു. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് പെർമിറ്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ പാർക്കിംഗ് സംവിധാനം കൊടുക്കുന്നത്. ഇതിപ്പോ റെസിഡൻഷ്യൽ ഏരിയകളിലാണ് വരുന്നത്. അൽവറൂദ് മേഖലയിലാണ് ഇതിന് തുടക്കമിടുന്നത്. ശനിയാഴ്ച മുതൽ പ്രിൻസ് മസാദ് ബിൻ ജലവി റോഡിൽ കിങ് അബ്ദുൽ അസീസ് റോഡിനും മക്ക അൽ മുക്കറമ റോഡിനും ഇടയിലുള്ള 2 ദിശകളിലേക്കുമുള്ള പെയ്ഡ് പാർക്കിംഗ് പ്രാബല്യത്തിൽ വരും. കിങ് അബ്ദുൽ അസീസ് റോഡ് മുതൽ പ്രിൻസ് മസാദ് ബിൻ ജലാവി റോഡ് ഇന്റർസെക്ഷൻ വരെയുള്ള മക്ക റോഡിലും ഇന്നു മുതൽ പണമടച്ചുള്ള പാർക്കിംഗ് നിർബന്ധമാകും. ദേശീയ നഫാത്ത് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റിയാദ് പാർക്കിംഗ് ആപ്പ് മുഖാന്തരം താമസക്കാർക്ക് പാർക്കിങ്ങിന് പണം ഒടുക്കുന്നതിനും സാധിക്കും. പാർക്കിംഗ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് ശ്രദ്ധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ക്യാമറകൾ ഘടിപ്പിച്ച മോണിറ്ററിംഗ് വാഹനങ്ങളും ഈ പ്രദേശത്തുണ്ട്. അൽവുറൂദ്, അൽ റഹ്മാനിയ, വെസ്റ്റേൺ അൽ-ലൊലയ, അൽ മുറൂജ്, കിങ് ഫഹദ്, അൽ സുലൈമാനിയ എന്നിവയുൾപ്പെടെ 12 ജില്ലകളും 4 തെക്കൻ ജില്ലകളും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. റിയാദിലുടനീളമുള്ള 1,40,000-ഓളം പണം അടയ്ക്കാതെയുള്ള റെസിഡൻഷ്യൽ പാർക്കിംഗ് ഇടങ്ങളിലും 24,000-ഓളം പണം അടച്ചുള്ള റെസിഡൻഷ്യൽ പാർക്കിംഗ് ഇടങ്ങളിലുമാണ് ക്രമീകരണം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക.